ഹായ്, ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്യൂൻ അലക്സാൻഡ്ര. സംമിത ഹസ്തമുദ്രകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചെയ്തതിനകത്ത് അസംമിത ഹസ്തമുദ്രകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ആ വീഡിയോ കയറി കാണുക. അല്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിലോ കൊടുത്തേക്കാം. ഉറപ്പായിട്ടും അത് കാണാത്തവർ കയറി കാണുക അസംമിത ഹസ്തമുദ്രകൾ. അത് കഴിഞ്ഞിട്ട് ആണ് നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സംമിത ഹസ്തമുദ്രകൾ കാണിക്കാൻ പോകുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിനകത്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ എപ്പോൾ ഞാൻ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അസംമിത ഹസ്തമുദ്രകൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇനി സംമിത ഹസ്തമുദ്രകളും കാണിക്കാം. പിന്നെ ഒരു എക്സസൈസും കൂടി കാണിച്ചു തരാം. വേറെ ഒന്നുമല്ല, ഇത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ എന്തായാലും ചെയ്യുന്നത് ഗുദിത്ത് മെട്ടടവായിരിക്കും. നമ്മൾ എന്തായാലും തട്ടടവ് കഴിഞ്ഞു, നാട്ടടവ് കഴിഞ്ഞു, ഇനി അടുത്ത അടവാണ് ഗുദിത്ത് മെട്ടടവ്. അപ്പം ഗുദിത്ത് മെട്ടടവിന് മുന്നേ ഒരു എക്സസൈസ് ചെയ്യേണ്ടതുണ്ട്, അത് അത്യാവശ്യമാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഞാൻ നാട്ടടവിന് മുന്നേ ഒരു എക്സസൈസ് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് നാട്ടടവ് കുറച്ചുകൂടി ഈസി ആയി തോന്നിയിട്ടുണ്ടാവുന്നല്ല, ഈസി ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഈ ഗുദിത്ത് മെട്ടടവിന് മുന്നേ ഈ ഒരു എക്സസൈസും കൂടെ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സിമ്പിൾ എന്നല്ല, കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സംമിത ഹസ്തമുദ്രകൾ. കൈ രണ്ടും ഇതുപോലെ ചേർത്ത് പിടിക്കുക. അഞ്ജലിശ്ച, കബോദശ്ച, കർക്കടക, സ്വസ്തിഹസ്തദ, ഡോളാഹസ്ത, പുഷ്പപുടക, ഉത്സംഗ, ശിവലിംഗ, ഉത്സംഗ, ശിവലിംഗ, കടകാവർത്തനശ്ചൈവ കർത്തരി സ്വസ്തിഹസ്തദ, കടകാവർത്തനശ്ചൈവ കർത്തരി സ്വസ്തിഹസ്തദ, ശഖടൗ, ശംഖ്, ചക്രേശ, സംപുടം, പാർശ്വ, കീലകം, മത്സ്യ, കൂർമ്മ, വരാഹ, ഗരുഡോ, നാഗബന്ധ, കട്ടു, പേരുണ്ട കാഗശ്ച. സംമിത ഹസ്തമുദ്രകൾ 23 ഉണ്ട്. ഗുദിത്ത് മെട്ടടവ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് കുറച്ച് ഈസി ആവാനും കുറച്ചൊന്ന് ഒരു ബാലൻസ് കിട്ടാനും വേണ്ടിയിട്ടുള്ളൊരു എക്സസൈസാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനാദ്യം നമ്മൾ അരമണ്ഡലത്തിലിരിക്കുക, നന്നായിട്ടിരിക്കുക. അതിനുശേഷം 1, 2, 3, 4 എന്നുള്ള രീതിയിൽ കൗണ്ട് ചെയ്ത് ചെയ്യാം. പിന്നെ ഇത് അല്ലാതെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടും പറഞ്ഞു തരാം. ഇപ്പം ഇത് നമുക്ക് നോക്കാം. നമ്മൾ ഗുദിച്ചിട്ട് ഇങ്ങനെ മെട്ടുന്നതിനെയാണ് ഗുദിത്ത് മെട്ടടവ് എന്ന് പറയുന്നത്. ആദ്യം കുറച്ച് സ്ലോ ആയിട്ട് ചെയ്താൽ മതി. അതിനുശേഷം കൗണ്ട് ചെയ്ത് കുറച്ച് 1, 2, 3 അങ്ങനെ 3 സ്പീഡുകളിലായിട്ട് ചെയ്ത് നോക്കാം. ആദ്യമേ കുറച്ച് സ്ലോ ആയിട്ട് ചെയ്താൽ മതി. ആദ്യം അരമണ്ഡലത്തിലിരിക്കുക, നന്നായിട്ട് അരമണ്ഡലത്തിലിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. ഫസ്റ്റ് നമ്മൾ കളിക്കുമ്പോൾ കാലൊക്കെ നല്ല വേദനയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന്
പെട്ടെന്ന് പഠിക്കാമെന്ന് പറഞ്ഞുള്ള തിടുക്കം കാണിക്കണ്ട. സ്ലോ ആയിട്ട് ആദ്യം കളിച്ച് കാലിന് നല്ലൊരു ബാലൻസ് കിട്ടിയിട്ട് കൗണ്ട് കൂട്ടി നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം നമുക്കൊന്ന് അല്ലാതെ ഇത് കുറച്ചുകൂടെ നിങ്ങൾക്ക് കാലിനൊരു ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ജനലോ അല്ലെങ്കിൽ സ്റ്റെയർ കേഴ്സിട്ട് എന്തെങ്കിലും ഇതുണ്ടെങ്കിലോ ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങനെ അതിനകത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൗണ്ട് ചെയ്ത് കുറച്ച് നേരം വേണമെങ്കിൽ, അതായത് ഇങ്ങനെ അരമണ്ഡലത്തിൽ ഇരുന്നിട്ട് കൗണ്ട് ചെയ്ത് ഇതുപോലെ നന്നായിട്ട് 1 2 3 4 5 6 7 8 9 10 അങ്ങനെ നിങ്ങൾക്ക് കൗണ്ട് ചെയ്ത് എത്ര നേരം വരെ അങ്ങനെ നിൽക്കാൻ പറ്റുമോ അങ്ങനെ ആദ്യം ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഈ എക്സസൈസ് ഒന്ന് ചെയ്താൽ മതി. ആദ്യമേ ചാടിക്കയറി എക്സസൈസ് ചെയ്യേണ്ട, ഇങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് കാലിന് കുറച്ചും കൂടി ഒരു ബാലൻസിങ് ആവും. ഇല്ലെങ്കിൽ നല്ല മുട്ടുവേദനയൊക്കെ തോന്നിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് എക്സസൈസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എല്ലാവരും അസംമിത ഹസ്തമുദ്രകൾ പഠിച്ചു. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സംമിത ഹസ്തമുദ്രകൾ കാണിച്ചു, അതെല്ലാവരും പഠിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അടുത്ത വീഡിയോ നമ്മൾ ബുദ്ധിത്വ മെത്തഡോൻ്റെ വീഡിയോ ആയിരിക്കും ഇടുന്നത്. അപ്പോൾ ഇത് ഇന്നത്തെ പ്രാക്ടീസും പിന്നെ മുദ്രകളൊക്കെ എല്ലാവരും നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടാറ്റാ, സീ യു.